എൻ്റെ രാഹുൽ ഗാന്ധി ഒന്നിലോ നിങ്ങൾ പൊട്ടം കളിക്കുന്നു, അല്ലെ നിങ്ങളെ വോട്ടറാക്കാൻ വേണ്ടി കേരളത്തിലെ കോൺഗ്രസ്സുകാർ ശ്രമിക്കുന്നു. 2018 സമഗ്ര ശിക്ഷ, 2020 NEP, 2022 PMC, 2018 ഒരു സ്കീമിൽ നമുക്ക് കിട്ടേണ്ട പണം അതിനുശേഷം വന്ന 4 വർഷം വന്ന ഒരു സ്കീമുമായി കൂട്ടി കെട്ടിയിട്ട് നിഷേധിക്കാൻ പറ്റൂ? അതല്ലേ നമ്മുടെ പോരാട്ടം. അത് പറ്റില്ല എന്ന് ഈ ഉത്തരത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. പക്ഷേ ഇവരെന്ത് ചെയ്തു? ഇവരിങ്ങനെ തടഞ്ഞു വെച്ച് കേരള സർക്കാരിനെ പീഡിപ്പിച്ചു. ആ പീഡിപ്പിച്ച സമയത്ത് UDF MPമാർ ആ പീഡനത്തിൽ കൂട്ടുനിന്നു. അതായത് ഒരിക്കലും ഫണ്ട് കൊടുക്കരുത്, കേരളത്തിന് മലയാളിക്ക് ഒരു ഗുണം കിട്ടാൻ പാടില്ല, ഞങ്ങൾക്ക് രാഷ്ട്രീയമാണ് വലുത്, ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിനെ തോൽപ്പിക്കലാണ് വലുത്, അതുകൊണ്ട് നിങ്ങൾ ഫണ്ട് കൊടുക്കരുതേ എന്ന് ചോദ്യങ്ങളിലൂടെയും അല്ലാതെയും മന്ത്രികളിൽ കയറി മറിഞ്ഞും UDF MPമാർ ഇങ്ങനെ ആഹാരോത്രം ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇപ്പം നമ്മുടെ VD സതീശൻ പറയാണ്, MPമാർ കേരളത്തിന്റെ അംബാസിഡർമാരല്ലേ, തിരിച്ചറിവ്. എങ്ങനെയാണ് ഒരാളെ ഇത്ര ദ്രുതഗതിയിൽ ഗ്രസിക്കുന്നത്? ഇതല്ലേ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും കേന്ദ്ര സർക്കാരിന്റെ ഔദാര്യമല്ല. നമ്മുടെ സംസ്ഥാനത്ത് നികുതി പിടിക്കുന്ന നികുതിയുടെ ഒരു ചെറിയ വീതമാണ് നമുക്ക് ഈ കേന്ദ്ര സ്കീമുകളിലൂടെ തിരിച്ചു വരുന്നത്. നിങ്ങൾ 2025-26 ബജറ്റ് പേപ്പറുകൾ പരിശോധിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ ആരോഗ്യ സസ്യനത്തിൽ മാത്രം കേന്ദ്ര സർക്കാർ 97,000 കോടി രൂപ പിരിച്ചിട്ടുണ്ട്. 97,000 കോടി രൂപ സെസ് ഇനത്തിൽ പിരിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ചെറിയ വീതം. അതുകൂടാതെ കേന്ദ്ര നികുതികൾ നമ്മൾ കൊടുക്കുന്നു. അതിന് നമുക്ക് അർഹതപ്പെട്ട ചെറിയൊരു തുക അത് നിഷേധിക്കാൻ ഇവർക്ക് പറ്റുമോ? ഇതാണ് ചോദ്യം. ഒരൊറ്റ ചോദ്യം കൂടെ. ഇപ്പൊ ഇത് നടപ്പാക്കുമ്പോൾ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞത് NEP 2020 ചട്ടക്കൂട് പ്രകാരമുള്ള പാഠ്യപദ്ധതി ഉൾപ്പെടുത്തേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. ഇത് സത്യത്തിൽ കേന്ദ്ര സർക്കാർ ചെലുത്തുന്ന ഒരു സമ്മർദ്ദമാണോ? അതായത് NEP-യിലെ വ്യവസ്ഥകളൊക്കെ അംഗീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ചെലുത്തുകയാണോ സമ്മർദ്ദം, അതെയോ ഇവർ സ്വയമേ ഏറ്റെടുക്കുകയാണെന്ന് കരുതുന്നുണ്ടോ? അല്ല, ഇക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ ഇപ്പൊ ഇവരെ ആരും ഈ മന്ത്രിസഭ അധികാരത്തിൽ വന്നു വലിയ ദിവസങ്ങളൊന്നും ആയിട്ടില്ല. ആദ്യം തന്നെ ഇവരെന്താ ചെയ്തത്? ഇവരെ എതിർത്തു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഓരോ പദ്ധതികളും ഇവരെന്ത് ചെയ്തു? അംഗീകരിക്കാൻ പോവാണെന്ന് പറഞ്ഞു തുടങ്ങി. ഇപ്പം സാധാരണ ഇതിലൊരു സർക്കാർ രൂപീകൃതമായി മുമ്പോട്ട് പോകുമ്പോൾ കുറെ കഴിയുമ്പോൾ ഒരു എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങളും കാര്യങ്ങളും വരും. അതിൻ്റെ അർത്ഥം ഇവരുടെ ഉള്ളിൽ അതായിരുന്നില്ലേ? ഇവർ ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നില്ലേ, കബളിപ്പിക്കല്ലേ? ഇപ്പൊ എന്താണ് വേറൊരു സാധനം ഉണ്ടല്ലോ, PMAY ആവാസ് യോജന. എന്താണ് മറ്റേ കേന്ദ്ര സർക്കാരുമായിട്ട് അൺഹെൽത്തി എന്താണ് അനാരോഗ്യകരമായ ഒരു പ്രശ്നത്തിലില്ലാന്ന് എന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ കെട്ടിപ്പിടിച്ച് ബാരാണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല മുഴുവൻ റാഞ്ചി എടുത്തു. എല്ലാ യൂണിവേഴ്സിറ്റികളും ഇവര് മറ്റേ RSS ഏറ്റെടുത്തു. മോഹൻ ഭാഗവത് അവിടെ തന്നെ അവതരിച്ചിട്ട് ഇവരെ അവതരിപ്പിച്ചു. സിൻഡിക്കേറ്റ്, സെനറ്റ്, ഒരു കമാന്നൊരു അക്ഷരം കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോ. നമ്മുടെ പാവപ്പെട്ട SFIക്കാർ തെരുവില് ഗവർണറെ നേരിട്ടിട്ടില്ലേ? ഗവർണർ അന്ന് കസേര പിടിച്ചിട്ടിട്ട് മറ്റേ റോഡ് സൈഡിൽ ഇരുന്നില്ലേ? എന്നാ പ്രക്ഷോഭമായിരുന്നു. ഇപ്പൊ KSU ഉണ്ടോ? യൂത്ത് കോൺഗ്രസ് ഉണ്ടോ? ഈ മന്ത്രിമാർക്ക് നാവുണ്ടോ? ഇവിടെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് RSSകാരെ വൈസ് ചാൻസലർമാരെയൊക്കെ വെച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ റാഞ്ചിയെടുക്കുന്നു RSS. എൻ്റെ രാഹുൽ ഗാന്ധി ഒന്നിലോ നിങ്ങൾ പൊട്ടം കളിക്കുന്നു, അല്ലെ നിങ്ങളെ വോട്ടറാക്കാൻ വേണ്ടി കേരളത്തിലെ കോൺഗ്രസ്സുകാർ ശ്രമിക്കുന്നു. ഈ ഒരു പ്രക്രിയക്ക് കൈയയച്ച് സഹായിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമല്ലേ? ഇതൊക്കെ ആരെങ്കിലും പരിഭാഷപ്പെടുത്തി കൊടുത്തുവിടൂ നിങ്ങൾക്ക്? അല്ലടോ അതിലേ നിനക്ക് കൊടുത്തൂടെ? രാഹുൽ ഗാന്ധിക്ക് ഇതാണ് കേരളത്തിൽ നടക്കണമെന്ന്? നീ പലരുടെ അടുത്ത് പല കാര്യങ്ങളും കൊടുക്കാറുണ്ടല്ലോ. ഇതാണ് അവിടെ നടക്കണമെന്ന് ഒന്ന് പറഞ്ഞുകൂടെ എനിക്ക്? എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കണമെന്ന്? അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ പോലും ഇവര് പരിഹാസനാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതാണ് വാസ്തവം. ഞാനിത് വെറുതെ പറയണതല്ല. എന്താ കാരണം? ഇന്ത്യ അലയൻസ് മീറ്റിംഗിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ചില വാചകങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതിനെ പ്രതിരോധിച്ചു, അദ്ദേഹത്തിനെ കൊണ്ട് കള്ളം പറയിപ്പിച്ചു. ഞാൻ അദ്ദേഹം ബോധപൂർവ്വം കള്ളം പറഞ്ഞാണെന്ന് ഞാൻ പറയില്ല. എന്താ കാരണം വെച്ചാൽ അദ്ദേഹം അറിയാതെ പറഞ്ഞു പോയതാണ്, അതല്ലെങ്കിൽ ഇവർ തെറ്റിദ്ധരിപ്പിച്ചതാണ്. പക്ഷെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ജന്തർ മന്ദർ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ ഭാഗമായി അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചു.
അമിത്ഷാ രാജിവെക്കണമെന്ന് പറയാൻ വേണ്ടി ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഏറ്റവും ഊന്നിയ കാര്യം ഈ യൂണിവേഴ്സിറ്റികൾ RSകാരെ വെച്ച് ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ആ ഏറ്റെടുക്കൽ പ്രക്രിയയ്ക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്നത് കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണെന്നുള്ള കാര്യം അദ്ദേഹത്തെ ആരെങ്കിലും ധരിപ്പിക്കണ്ടേ? ഞാൻ ധരിപ്പിക്കാൻ പോകുമ്പോൾ അദ്ദേഹം വിചാരിക്കും ഞാൻ ഒരു എന്താ പറയുക മറുപക്ഷത്തുള്ള ഒരാളെന്ന നിലയിലാണ്. പക്ഷെ നിങ്ങളൊക്കെ അദ്ദേഹമായിട്ട് നല്ല ബന്ധം ഉള്ള ആൾക്കാരല്ലേ? കാണുമ്പോൾ ഒന്ന് പറ കേട്ടാ. അതായത് ഈ അന്ന് LDFന്റെ സമയത്ത് തന്നെ നേതാക്കൾ വിദ്യാഭ്യാസ മന്ത്രി അടക്കം പറഞ്ഞത് PMC-ന്ന് പിന്മാറിയാൽ അല്ലെങ്കിൽ PMC ഒപ്പിട്ടില്ലെങ്കിൽ മറ്റ് ഫണ്ടുകളെ കൂടി ബാധിക്കുമെന്നാണ്. അപ്പൊ ആ കാര്യത്തിൽ അന്ന് ഇത് LDF-ന് ബോധ്യമില്ലായിരുന്നു, അതോ MP പറഞ്ഞ പോലെ ഈ പാർലമെന്റിലെ ഈ പോരാട്ടത്തിനായിട്ട് ഇത് മാറ്റിയാണെന്നാണ് പറയുന്നത്? അല്ല, ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ആ കാരണം എന്ന് വെച്ചാൽ ആ മറ്റ് ഫണ്ടുകളുമായിട്ട് ബന്ധപ്പെടുത്തരുത് എന്നുള്ളതായിരുന്നു നമ്മുടെ നിലപാട്. ആ ഫണ്ടുകളുമായിട്ട് കൂച്ചിക്കെട്ടാൻ ശ്രമിച്ചപ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടായി. ആ ബുദ്ധിമുട്ടിന്റെ പശ്ചാത്തലത്തിലാണല്ലോ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് അങ്ങനെ ഒരു MOU-യിലേക്ക് പോയത്. പക്ഷേ ഞാനിപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം വന്ന ഉത്തരത്തിൽ യഥാർത്ഥത്തിൽ നമുക്ക് നല്ലൊരു കേസുണ്ട്. അത് കേരളത്തിലെ LDF-നും UDF-നും സംയുക്തമായിട്ട് വേണമെങ്കിൽ പോരടിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന്. അവർ വരട്ടെ, ആ 19 MP-മാര് ഇങ്ങോട്ട് വരട്ടെ, പിന്നെ അതുപോലെ അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റ് വരട്ടെ. അവര് ബോയ്ക്കോട്ട് ചെയ്തുപോലെ ഞങ്ങൾ ബോയ്ക്കോട്ടും ഇല്ല. ഞങ്ങൾ എവിടെയും പോയി സമരം ചെയ്യാൻ തയ്യാറാണ് അവരുടെ കൂടെ, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കൂടെ ഞങ്ങൾ ഈ പറയും. എന്താ കാരണം? ഈ ഉത്തരത്തിൽ കൃത്യമായി പറയുന്നുണ്ട് PMC-യുടെ ഭാഗമാകുന്നില്ലെങ്കിൽ MOU-യിൽ നിന്ന് പിൻവലിച്ചാൽ. എന്താ കാരണം? ഈ PMC-യിൽ നമുക്കൊരു ഫണ്ടും കിട്ടില്ല. എന്താ കാരണം? നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട അനന്തര നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് ഈ JB മേത്തറിനും അതുപോലെ തന്നെ അബ്ദുൾ വഹാബിനും കിട്ടിയിരിക്കുന്ന ഉത്തരങ്ങളിൽ കൃത്യമായി പറയുന്നുണ്ടല്ലോ. അതായത് അടുത്ത സ്റ്റെപ്പ് എടുക്കണമെന്ന്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തേണ്ടതില്ല എന്നൊരു വാക്കുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മുകളിൽ പിടിക്കണം. അത് നിയമപരമായിട്ടും ഭരണപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും UDF ഗവൺമെന്റിന് കൂടെ നിൽക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അവർ ചെയ്ത പോലത്തെ വൃത്തികേട് ഞങ്ങൾ ചെയ്യില്ല. ഞങ്ങൾ അചഞ്ചലമായി നിൽക്കും. എല്ലാ ഫണ്ടുകളും കിട്ടുന്നതിന് വേണ്ടി, കേരളത്തിന് അർഹതപ്പെട്ട ഫണ്ടുകൾ കിട്ടുന്നതിന് വേണ്ടി BD സതീശനൊപ്പം ഞങ്ങൾ ഡൽഹി നഗരത്തില്, ഡൽഹി തെരുവില് എത്ര ദിവസം വേണമെങ്കിലും സമരം ചെയ്യാൻ തയ്യാറാണ്. അല്ലാതെ അദ്ദേഹം വന്നിട്ട് രാഹുൽ ഗാന്ധിയുടെ കൂടെ അല്പനേരം ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പോയ പോലെയല്ല. എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കാം, എത്ര ദിവസം വേണം. ജന്തർ സമരത്തിൽ ഞങ്ങൾ ഇടതുപക്ഷ MPമാർ എത്രയോ ദിവസം ഇരുന്നു. എന്റെ ശബ്ദം പോലും തിരിച്ചു കിട്ടിയിട്ടില്ല. എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കാം. നമ്മുടെ കോക്രോച്ചുമാർക്ക് ഇവിടെ ജന്തർ മന്ദിറിൽ ഇത്രയും ദിവസം ഐതിഹാസികമായി സമരം നടത്താൻ പറ്റുമെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റ് ഇവരൊക്കെ നല്ല ഊശ്വരന്മാരായിട്ടുള്ള സമരയോദ്ധാക്കളാണെന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. അവർ സമരത്തിലൂടെ വളർന്നു വന്നവരല്ലേ. വരട്ടെ ഇങ്ങോട്ട്. നമുക്ക് രാഹുൽ ഗാന്ധിയെ വിളിക്കാം, നമുക്ക് സഹാവ് MA വിളിക്കാം, D രാജനെ വിളിക്കാം, നമുക്ക് ദിബങ്കറിനെ വിളിക്കാം, MLന്റെ മറ്റ് കക്ഷികളെ ഞാൻ സംഘടിപ്പിക്കാം. സമാജ്വാദി പാർട്ടി, RJD ഉൾപ്പെടെ എന്തിന് ഞങ്ങളുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെ വിളിക്കാം. ഇന്ത്യ അലയൻസിൽ നിന്ന് തെന്നിമാറിയിട്ടുള്ള DMK ഞാൻ കൊണ്ടുവരാം. ഞാനിത് വെറുതെ പറയണമല്ല. അവരൊക്കെയായിട്ട് നമുക്ക് ബന്ധമുണ്ടെന്നുള്ള അറിയാലോ. കൊണ്ടുവരാം, അവരെ കൊണ്ടുവരാം. സംയുക്തമായിട്ടൊരു മുന്നേറ്റമാക്കി ഇത് മാറ്റാം. മറിച്ച് പരിഹാസ്യമാകുന്ന വഞ്ചനാപരമായിട്ടുള്ള ഇളഭ്യത അവർ എങ്ങനെ എവിടെ കൊണ്ട് മറച്ചു. അതുകൊണ്ട് ഇനിയും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പൊതുസമൂഹത്തോട് നിർവ്യാജം മാപ്പ് പറയുക. നമ്മുടെ പാവപ്പെട്ട ശിവൻകുട്ടി സമീപകാല ചരിത്രത്തിൽ മികച്ചൊരു വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. എന്തോടോ മറ്റേ ശിവൻകുട്ടിക്കുണ്ടായിരുന്ന ഒരു പേര്, മന്ത്രി അപ്പൂപ്പൻ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്പന്ദനം ഏറ്റുവാങ്ങിയ സ്നേഹധനായ ഒരു വിദ്യാഭ്യാസ മന്ത്രിയില്ലേ? ആ വിദ്യാഭ്യാസ മന്ത്രിയെ ഇവരെല്ലാം കൂടിയിട്ട് വേട്ടയാടിയില്ലേ? എന്നിട്ട് ആ വിദ്യാഭ്യാസ മന്ത്രിയെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഇവര് എടുത്തുപയോഗിച്ച ആയുധം അതിലല്ലേ ഇപ്പോൾ അവര് കുടുങ്ങിയിരിക്കുന്നത്. ഇതൊക്കെ ഉണ്ടല്ല, കേരള സമൂഹം പൊറുക്കില്ല. ഓക്കെ, ശരി. ഈ എഥനോൾ പെട്രോൾ വിഷയം അതിൽ പലരും മറുപടി കൊടുക്കുന്നുണ്ട്. ആ വിഷയത്തെ എങ്ങനെ കാണും? അതൊരു സീരിയസ്, വളരെ ഗൗരവമായ വിഷയമാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള ഉത്തരങ്ങൾ തന്നെ ചിലപ്പോൾ പരസ്പര വിരുദ്ധമാണ് യഥാർത്ഥത്തിൽ. അതായത് യഥാർത്ഥത്തിൽ എനിക്ക് ബലമായി സംശയിച്ചാൽ ഈ സർക്കാർ ഈ ജന്തർ മന്ദിർ സമരത്തോട് കൂടിയിട്ട് താളം തെറ്റിരിക്കുക. ഇപ്പൊ എത്രയോളം എന്ന് പറഞ്ഞാൽ വലിയ വിഷയം. എന്താ കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് വലിയ തട്ടിപ്പുണ്ട്. ഞാനിത് തുടക്കം പോലെ ഇട്ടോണ്ടിരിക്കുന്നു. അതായത് FCI സംഭരിക്കുന്ന അരിയുണ്ടല്ലോ,
അതിനുവേണ്ടി മുടക്കുന്ന തുകയേക്കാളും ചെറിയ തുകയ്ക്കാണ് ഇവർക്ക് എത്തനോൾ ഉണ്ടാക്കാൻ വേണ്ടി അരി കൊടുക്കുന്നത്. കേരള ഗവൺമെന്റ് കുറച്ച് അരി തരണേ ഞങ്ങളുടെ റേഷൻ കാർഡ് ഉടമകൾക്ക് തരാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ കയറി നടക്കുമ്പോൾ അരിയും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഈ അരി ഈ വ്യവസായികൾക്ക് കൈമാറിയതാണ് ഇവര്. അപ്പം ഇത് ചെറുതല്ല. നമ്മുടെ വാഹന ഉടമകളോട് ചെയ്തിട്ടുള്ള ചതി, അവരുടെ ഇന്ധന എഫിഷ്യൻസിയിൽ വന്നിട്ടുള്ള മാറ്റം, അവരുടെ വാഹനങ്ങളുടെ കേടുപാടുകളുടെ പ്രശ്നം, വലിയ കൊള്ളലാഭം നേടുന്ന സ്വകാര്യ കമ്പനികൾ മന്ത്രിമാരുടെ ഒത്താശയോടെ, അതിനപ്പുറം ഈ പറയുന്ന പാവപ്പെട്ട ജനങ്ങളുടെ അന്നം മുടക്കുന്ന, അവരുടെ വയറ്റത്തടിക്കുന്ന തീരുമാനങ്ങൾ. ആ കുംഭകോണം എന്ന് പറയുന്നത് വലിയ ബഹുമുഖമായ